ഞാൻ എത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു വിളി കേൾക്കുന്നില്ല, എൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടി അള്ളാഹു നൽകുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഞാൻ പ്രാർത്ഥിക്കുന്നതൊന്നും അള്ളാഹു കേൾക്കുന്നില്ല, എനിക്കതിനുള്ള മറുപടി ലഭിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹു വ്യക്തമായി തന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയും അള്ളാഹു അറിയുന്നുണ്ട്. പക്ഷെ അള്ളാഹുവിനെ അറിയാം നിങ്ങൾക്കത് ഏത് നിമിഷത്തിൽ തരണം, ഏത് സമയത്ത് നിങ്ങൾക്ക് തരണം എന്ന് അള്ളാഹുവിനെ അറിയാം. നിങ്ങൾ അള്ളാഹുവിനെ വിശ്വാസം ഉള്ളത് കൊണ്ടല്ല അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എത്രയേറെ ആഗ്രഹിക്കുന്നുവോ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൻ്റെ എല്ലാം ഇരട്ടിയായിട്ടായിരിക്കും അള്ളാഹുവിൻ്റെ തീരുമാനം. അതിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? അപ്പോൾ ആ തീരുമാനത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങൾ എത്ര കാലം കാത്തിരിക്കുന്നു, നിങ്ങൾ എത്ര ക്ഷമയോടെ കാത്തിരിക്കുന്നു. എന്താണ് ക്ഷമ? ഈമാന്റെ പകുതിയാണെന്നാണ്. നിങ്ങൾ എത്രത്തോളം ക്ഷമിക്കുന്നുവോ അതിനെല്ലാം ഒത്ത ഒരു റിസൾട്ടാണ് അള്ളാഹു നിങ്ങൾക്ക് തരാൻ പോകുന്നത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ ആ തീരുമാനത്തിനായി കാത്തിരിക്കണം. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഉള്ളിൽ പ്രതീക്ഷ കൈവിടരുത്. നിങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസം വേണം. നിങ്ങൾക്ക് 100% വിശ്വാസം ഉണ്ടാവും. എൻ്റെ പ്രാർത്ഥന അള്ളാഹു കേൾക്കും എന്ന വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് നിങ്ങൾ അള്ളാഹുവിനോട് മനസ്സുവെക്കി പ്രാർത്ഥിക്കുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങൾ ഇനി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തായാലും ഒരു വിശ്വാസമാണ്, അതിനുള്ള ആൻസർ നിങ്ങൾക്ക് ലഭിക്കും, നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം ലഭിക്കും എന്ന വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ വേണം. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു പക്ഷേ ചിലപ്പോൾ അള്ളാഹു കേട്ടാലോ, ഒരു പക്ഷേ എനിക്കതിനുള്ള റിസൾട്ട് ലഭിച്ചാലോ എന്നതല്ല. നിങ്ങൾക്ക് എന്തായാലും അതിനുള്ള റിസൾട്ട് ലഭിക്കും എന്ന രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ എന്തായാലും നിങ്ങൾക്കൊരു ദിവസം അതിനുള്ള റിസൾട്ട് ലഭിക്കാനുണ്ട്. ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞ് നമ്മൾ ഇന്ന് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയാൻ ഒരു ദിവസം നമ്മുടെ ഉള്ളിൽ വരാനുണ്ട്. നമുക്ക് അങ്ങനെ ഒരു ദിവസം നമുക്ക് വന്നെത്തും. ആ ഒരു വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ വേണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ആ ഒരു വിശ്വാസം വേണം. എൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും, ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ എത്രയോ ഉപരി അള്ളാഹു എനിക്ക് തരും, അല്ലേ? നമുക്കറിയാം നമ്മൾ ആഗ്രഹിച്ചതിനേക്കാൾ എത്രയോ വലുതാണ് അള്ളാഹുവിൻ്റെ പ്ലാൻ, അല്ലേ? അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അത്രയേറെ വലുതാണ്. നമ്മളൊരു ചെറിയ കാര്യം ആഗ്രഹിച്ചാൽ, നമ്മളൊരു ചെറിയ മുട്ടുസൂചി ആഗ്രഹിച്ചാൽ ഒരു പക്ഷേ അള്ളാഹു നമുക്കായിട്ടൊരു മല കൊണ്ടുവന്ന് തരും. അപ്പോൾ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ നിങ്ങൾ ആദ്യം വിശ്വസിക്കണം. നിങ്ങളുടെ ഓരോ പ്രാർത്ഥനക്കും അള്ളാഹു മറുപടി നൽകും. അതിന് വ്യക്തമായ ഒരു സമയമുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. അള്ളാഹുവിനെ അറിയാം നമുക്ക് ഏത് സമയത്ത് നൽകിയാൽ, ഏത് സമയത്താണ് നമുക്കത് കിട്ടേണ്ടത് എന്ന് അള്ളാഹുവിനെ അറിയാം, അല്ലേ? നമുക്കറിയുന്നതിനേക്കാൾ എത്രയോ നന്നായിട്ട് അള്ളാഹുവിനെ അറിയാം. അതിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? നമ്മളുടെ ഓരോ കാര്യങ്ങളും നമുക്ക് ഏത് സമയമാണ് ഏറ്റവും ഉചിതമെന്ന് നമ്മളെക്കാൾ നന്നായിട്ട് അള്ളാഹുവിനെ അറിയാം. അതിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു സമയം വരാനുണ്ട്. ആ സമയത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. ഉള്ളിൽ അതിനുള്ള ക്ഷമ വേണം. ക്ഷമിച്ച് കാത്തിരിക്കണം. അള്ളാഹുവിനുള്ള വിശ്വാസം നിങ്ങൾ കൈവെടിയാതെ, നിങ്ങൾ കുറച്ച് സമയം പ്രാർത്ഥിച്ച ശേഷം, അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 2 മാസം നിങ്ങൾ പ്രാർത്ഥിച്ച ശേഷം ഇനി എനിക്ക് റിസൾട്ട് ലഭിക്കില്ല എന്ന് വിശ്വസിച്ച് നിങ്ങൾ നിർത്തുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ക്ഷമ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണത് അവിടെ, അല്ലേ? കാരണം നമുക്ക് ക്ഷമ ഉണ്ടോ എന്നുള്ളതും അള്ളാഹുവിനെ അവിടെ പരീക്ഷിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനറിയാം വ്യക്തമായ സമയം ഏതാണ്, ഏറ്റവും ഉചിതമായ സമയം ഏതാണെന്ന് അള്ളാഹുവിനറിയാം, അല്ലേ? നമ്മളെക്കാൾ നന്നായിട്ട് അത് അള്ളാഹുവിനല്ല അറിയാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയുന്ന കാര്യമാണ്. അള്ളാഹുവിന് അത് എത്രയേറെ നന്നായിട്ട് അറിയാമെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ എന്തുകൊണ്ട് നമ്മളുടെ ഉള്ളിലുള്ള വിശ്വാസം പോകും? അള്ളാഹു അത് തരില്ല, ചിലപ്പോൾ എനിക്ക് കിട്ടില്ല എന്നൊരു തോന്നൽ എന്തുകൊണ്ട് വരും? അത് വരുന്നത് നമുക്ക് അള്ളാഹുവിനോടുള്ള വിശ്വാസം കുറയുന്നതുകൊണ്ടാണ്. അള്ളാഹു എനിക്ക് തരില്ല എന്നുള്ള വിശ്വാസം വന്നു പോകുന്നത് കൊണ്ടാണ്, അല്ലേ? നിങ്ങൾ ആദ്യം അള്ളാഹുവിൽ വിശ്വസിക്കണം. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കണം. അള്ളാഹു എല്ലാത്തിനും വ്യക്തമായൊരു സമയം കണ്ടുവച്ചിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഒരു കർഷകൻ്റെ കഥ കേട്ടിട്ടുണ്ടാവും. ഒരു ഗ്രാമത്തിലെ ഒരു പാവം കർഷകൻ, അദ്ദേഹത്തിന് 2 കുതിരകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ 2 കുതിരകൾ ഒരിക്കൽ കാട്ടിലേക്ക് ഓടിപ്പോയി, ഒരിക്കൽ കാട്ടിലേക്ക് മാഞ്ഞുപോയി. അപ്പോൾ നാട്ടിലുള്ള ആളുകളൊക്കെ പറയുകയാണ്, അയ്യോ കഷ്ടമായി പോയില്ലേ. കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ 2 കുതിരകളാണ് പോയത്. ഇനി അത് തിരിച്ചു വരില്ല. എങ്ങോട്ടാണ്? കാട്ടിലേക്കാണ് പോയത്. കാട്ടിലേക്ക് പോയ ഓരോ കുതിരക്കും അറിയാം അത് സ്വതന്ത്രമായതാണ്, പിന്നെ അത് തിരിച്ചു വരുമോ? അപ്പോൾ നാട്ടുകാരൊക്കെ പറയാണ്, കൂടെയുള്ള ആളുകളൊക്കെ പറയാണ്, അയ്യോ കഷ്ടമായി പോയില്ലേ. അപ്പോൾ ഈ കർഷകൻ പറയുന്നുണ്ട്, കഷ്ടമാണോ നല്ലതാണോ എന്നെനിക്കറിയില്ല. കാരണം നമുക്കത് അറിയാൻ പറ്റില്ല. അത് നമ്മുടെ കഷ്ടകാലത്തിനാണോ അതോ നല്ല ഒരു കാര്യത്തിന് വേണ്ടിയാണോ അത് പോയതെന്ന് അറിയില്ല. 2 ദിവസം കഴിഞ്ഞ് ആ 2 കുതിരകൾ മറ്റ് 2 കുതിരകളെയും കൂട്ടി വരികയാണ്. അപ്പോൾ പോയ 2 കുതിരകൾ 4 കുതിരകളായിട്ടാണ് മടങ്ങി വരുന്നത്. അപ്പോൾ ആളുകൾ പറയും, ഓ അത് വളരെ നല്ലതായില്ലേ. അപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട്, ആ കർഷകൻ പറയുന്നുണ്ട്, നല്ലതാണോ മോശമാണോ എന്നത് എനിക്കറിയില്ല. കാരണം എന്താ? ഇനി നല്ലതാണോ മോശമാണോ വരാനുള്ളത് നമുക്കറിയില്ല. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ്. ആ തീരുമാനങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം. അപ്പോൾ ഈ കർഷകൻ്റെ മകൻ
ഈ കുതിരയെ ട്രെയിൻ ചെയ്യാണ്. ഈ പുതിയതായി വന്ന 2 കുതിരകളെ അതിൻ്റെ മകൻ ട്രെയിൻ ചെയ്യാണ്. അപ്പോൾ ഈ കർഷകൻ്റെ മകൻ കുതിരപ്പുറത്ത് നിന്ന് വീണ് കാലൊടിയാണ്. അപ്പോൾ ഈ കാലൊടിഞ്ഞ കാഴ്ച കണ്ട് ഈ കർഷകൻ്റെ കൂട്ടുകാർ പറയാണ്, അയ്യോ കഷ്ടമായി പോയില്ലേ. അപ്പോഴും ഈ കർഷകൻ പറയുന്നത് കഷ്ടമാണോ നല്ലതാണോ എന്നെനിക്കറിയില്ല. കാരണം അത് കർഷകൻ അറിയില്ല. കർഷകൻ്റെ ഉള്ളിൽ വ്യക്തമായ വിശ്വാസമുണ്ട്. അള്ളാഹുവിനാണ് ഓരോ തീരുമാനങ്ങളെ പറ്റിയിട്ടും അറിയുക. ഓരോ തീരുമാനങ്ങളും അള്ളാഹുവിനാണ് അറിയുക. അപ്പോൾ ഈ കാലൊടിഞ്ഞപ്പോൾ കഷ്ടമാണോ നല്ലതാണോ എന്നെനിക്കറിയില്ല. അപ്പോൾ അവിടെ പട്ടാളത്തിലേക്കുള്ള സെലക്ഷൻ നടക്കുകയാണ് ആ നാട്ടിൽ. അപ്പോൾ ആ നാട്ടിൽ വന്ന് ഓരോ ചെറുപ്പക്കാരെയും കൊണ്ടുപോവുകയാണ്. കാരണം നിർബന്ധമാക്കി കൊണ്ടുപോകണം. അവിടെയുള്ള ഓരോ ചെറുപ്പക്കാരെയും നിർബന്ധമായും പട്ടാളത്തിൽ ചേരാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ മകനെ കൊണ്ടുപോയില്ല. കാരണം എന്താ? ഈ മകൻ്റെ കാലൊടിഞ്ഞിട്ടാണ് അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്, ഓരോ തീരുമാനങ്ങളും അള്ളാഹുവിന് വ്യക്തമായി അറിയാം. ഓരോ തീരുമാനങ്ങളും ഏത് സമയത്ത് വേണം, വ്യക്തമായൊരു സമയമുണ്ട്. ആ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. നമ്മളുടെ ഓരോ പ്രാർത്ഥനക്കും ആത്മാർത്ഥത വേണം. നമ്മളുടെ ഉള്ളിൽ ഉറപ്പ് വേണം, വിശ്വാസം വേണം. നമ്മൾക്കതിനുള്ള മറുപടി തീർച്ചയായും ലഭിക്കും എന്നുള്ള വിശ്വാസം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ എന്താഗ്രഹിക്കുന്നു എന്ന് അള്ളാഹുവിന് അറിയാം. നമ്മളൊരു ജോലിയെ പറ്റി ആഗ്രഹിക്കുന്നതാണെങ്കിൽ ആ ജോലി എന്തിനു വേണ്ടിയാണ് അവൻ ആഗ്രഹിക്കുന്നത് എന്ന് പോലും അള്ളാഹുവിനറിയാം. അപ്പോൾ അള്ളാഹു അതിൻ്റെ എല്ലാം ഇരട്ടിയായി നമുക്കൊന്ന് തരാനുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ എല്ലാം ഇരട്ടിയായി അള്ളാഹു അത് തരും. കാരണം നമുക്ക് അവിടെ ഒരു വ്യക്തമായ റിസൾട്ട്, എന്താണ് അവിടെ എനിക്ക് വേണ്ടത് എന്ന് അള്ളാഹുവിനറിയാം. അപ്പോൾ അള്ളാഹു അത് പെർഫെക്റ്റായ ഒരു സമയം നോക്കി തന്നെ തരും. ആ സമയത്തിനായി നിങ്ങൾ കാത്തിരിക്കാനുള്ള ക്ഷമ നമ്മളുടെ ഉള്ളിലുണ്ടാവണം. അള്ളാഹുവിനുള്ള വിശ്വാസം നമ്മളുടെ ഉള്ളിലുണ്ടാവണം. ഇല്ലേ? ഓരോരുത്തർക്കും അള്ളാഹുവിൻ്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കാനുള്ളത് ലഭിക്കും. നിങ്ങൾക്ക് ആകെ വേണ്ടത് അള്ളാഹുവിലുള്ള വിശ്വാസവും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾക്കുള്ള ഓരോ സമയമുണ്ട്. ഞാൻ പറഞ്ഞു, വ്യക്തമായൊരു സമയം നിങ്ങൾക്ക് വരാനുണ്ട്. ആ സമയത്തിൽ നിങ്ങൾക്കൊരു വിശ്വാസവും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും. ആ വ്യക്തമായ സമയത്തിന് വേണ്ടി, നിങ്ങൾക്ക് ഉചിതമായ സമയത്തിന് വേണ്ടി, നിങ്ങൾക്ക് പെർഫെക്റ്റായ ഒരു സമയത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. നിങ്ങൾക്ക് വരാനുള്ളതൊക്കെ വന്നു ചേരും.